എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ തട്ടുകടകളിൽ കിട്ടുന്ന പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ ആവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളക്, അത് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നു. ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് ഇതാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയുടെ അളവ് ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായി ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തക്കാളി, ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇട്ടിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് കുറച്ച് മല്ലിപ്പൊടി അധികം വേണ്ട, കുറച്ച് മതി. ഇൻഗ്രീഡിയൻ്റായ ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ പൊടികളൊക്കെ നന്നായി അതിൻ്റെ ഒരു പച്ചമണം മാറുവാനും അത് കൂടാതെ ഈ ഉള്ളിയിലൊന്ന് മിക്സാകാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നു. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് സ്റ്റൗവിന് സിമ്മിലാക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമുക്ക് കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം തിരി അല്പം കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആവണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇതിൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് നമുക്കിത് വേകുവാൻ വേണ്ടി അടച്ചു വെക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേകുവാൻ വേണ്ടി അടച്ചു വെക്കുക. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ടൊന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും മൂടി വെക്കുക. ഇപ്പോൾ തന്നെ ഇതിന് ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കൂടി മൂടി വെക്കുക. സിമ്മിലിട്ട് വെക്കുക. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ കളറും അതേ ഇത്ര പോലെ വെള്ളത്തിൽ വാങ്ങണം. അധികം വെള്ളം വറ്റിക്കരുത്. ഇനി വേണമെങ്കിൽ നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.